ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ള വീഡിയോസ് കൂടുതലും വളരെ നാച്ചുറലായിട്ട് എനിക്ക് കിട്ടുന്ന വീഡിയോസാണ്. ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് കൂടുതലും എൻ്റെ നാട് കുട്ടനാടാണ്. അപ്പം ഇവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലതരത്തിലുള്ള വീഡിയോസ് കൂടുതലും ഞാൻ വീഡിയോസ് എടുക്കാൻ പോകാതെ തന്നെ എനിക്ക് ഞാൻ നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന് തന്നെ ഇത്തരം വീഡിയോസ് എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട്. അതാണ് ഞാൻ പോസ്റ്റ്. അത് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞങ്ങൾ ബോട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നൊരു കമ്പനിയാണ്. കൈനേരി തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിലെ കൈനേരി തന്നെയുള്ള. അപ്പോൾ അവിടെ ഒരു കായലിൻ്റെ സൈഡിലായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇവിടെ കയാക്കും ചെറിയ വഞ്ചികളൊക്കെയാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഓണറാണ് ഇപ്പോൾ വല വീശുന്നത്. ഇതിനു മുമ്പ് അവിടുത്തെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു വല വീശുന്ന കരിമീൻ പിടിക്കുന്ന വീഡിയോയും ആ മീൻ പിടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും മീൻ പിടിക്കുന്നത്. പിന്നെ അതിനകത്തില്ലാത്തൊരു പ്രത്യേകതയിനകത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളും ഈ പറഞ്ഞ കണക്ക് മീൻ പിടുത്തവും വള്ളവും വഞ്ചിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡായ ഒരു തലമുറയാണുള്ളത്. അപ്പോൾ ഇത് കണ്ട് ഈ വല ഇപ്പോൾ ഉടക്കിയിരിക്കുകയാണ്. ഈ വല ഇപ്പം ഞങ്ങൾ വലിച്ചെടുത്തുകൊണ്ടിരുമ്പോൾ അടിയിൽ കുറ്റി ഉണ്ടായിരുന്നു, ആ കുറ്റി ഉടക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഉടക്കി കഴിഞ്ഞ ഉടനെ അവിടെ പിന്നെ ആ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന വീട്ടിൽ തന്നെ കമ്പനിയുടെ ഓണറിനും 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ വെള്ളത്തിൽ ചാടി എവിടെയാണ്, അതിപ്പോൾ കായലിൻ്റെ നടുക്കാണെങ്കിൽ പോലും അവരാ ചാടി നിമിഷം കൊണ്ട് ആ ഉടക്കൊക്കെ മാറ്റി വലയും പൊക്കി കരയ്ക്ക് വരും. അത് തന്നെയല്ല, അവരും ഈ പറയുന്നതൊക്കെ വല വീശുകയും മീൻ പിടിക്കുകയും ഉടക്കുലിടുകയും ചൂണ്ടയിടുകയും അത്രയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഇതിനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കണ്ട ഇത് വലയുടെ പകുതി ഭാഗം മാത്രം കരയ്ക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു കരിമീനുണ്ട്, ബാക്കി താഴെ കിടക്കുവാണ്. അതിനകത്തൊരു പുല്ലനും പിന്നെ ഒരു കരിമീനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളത് വല ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചൻ വന്നു കഴിഞ്ഞ് അവൻ തോർത്ത് കൊടുത്ത് പടയെന്ന് പറഞ്ഞാൽ ചാടി നിമിഷം തന്നെ വല അവിടുന്ന് താഴെ നിന്ന് തന്നെ റിലീസ് ചെയ്ത് നമ്മൾ കരയ്ക്കെത്തിക്കും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പഴയ അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും ഈ മീൻപിടുത്തത്തിനും ഇല്ലെങ്കിൽ വള്ളമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടായ ആൾക്കാരുണ്ട്. അപ്പം അത്തരം വീഡിയോസും ഒക്കെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുണ്ട്. അപ്പോൾ ജോലിക്കിടയിലും പിന്നെ ഊണ് കഴിഞ്ഞുള്ള ലഞ്ച് ബ്രേക്ക് ടൈമൊക്കെ ഞങ്ങൾക്ക് ഒരു ടൈം പാസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിംഗ് ആണ് കേട്ടോ, മീൻ പിടുത്തമാണ്. തെറ്റാലിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. എന്നിട്ട് അവിടുന്ന് മീൻ പിടിക്കും. എന്നിട്ട് ഈ മീനൊക്കെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരാൾ വീട്ടിൽ കൊണ്ടുവന്ന് വറുത്ത് പിറ്റേ ദിവസം എല്ലാവർക്കായിട്ട് സപ്ലൈ. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പിന്നെ മുതലാളുടെ വീട്ടിൽ തന്നെ അത് അന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു അടിപൊളി വൈബാണ് കേട്ടോ. ഫിഷിങ്ങും ജോലിയും എല്ലാം കൂടിയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇവിടെയൊക്കെ നമ്മൾ ഒരു ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് നഷ്ടം വരത്തില്ല. ഇതിപ്പോൾ കണ്ടത് ഇതിനകത്ത് 2 കരിമീൻ ഒരു പുല്ലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മീനുള്ള ഏരിയയാണ്. പുള്ളിക്കാരനൊക്കെ, അതായത് നമ്മുടെ ഒരാളിക്കൊക്കെ അതൊക്കെ നന്നായിട്ടായി. അതുകൊണ്ട് തന്നെ പുള്ളിയൊക്കെ അതറിഞ്ഞുള്ള സ്ഥലങ്ങളിലെ വല വീശാറുള്ളൂ. അവിടെ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടാറുമുണ്ട്. ഇപ്പോൾ ഈ വലയ്ക്കകത്ത് തന്നെ ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പം 2 കരിമീനുണ്ട്, ഒരു പുല്ലിനാണ് കിട്ടിയിരിക്കുന്നത്. കരിമീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. 2 കരിമീനും അത്യാവശ്യം വലിപ്പമുള്ള വറുത്ത് തന്നെ ഒരു 2-3 പീസ്, മൊത്തം 6 പീസ് തന്നെ 2 കരിമീനിൽ നിന്ന് കിട്ടും. ഇതാണ് ഞങ്ങളിവിടെ ചെയ്യുന്ന ബോട്ട് കേട്ടോ, മാനുഫാക്ചറിങ് ചെയ്ത്. ഇതിന് കയാക്കാണ്, അതിൻ്റെ ഡബിൾ സിംഗിൾ എല്ലാ മോഡലും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്.